നമസ്കാരം, ഞാൻ ഡോക്ടർ അശ്വതി. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ബ്ലഡ് ഡൊണേഷനെ പറ്റിയാണ്. ഇമ്പോർട്ടൻസ് ഓഫ് ബ്ലഡ് ഡൊണേഷൻ എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ ഈ ഡോണറിന് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. പ്രധാനമായിട്ടും 5 കാര്യങ്ങളാണ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ആളിന് കിട്ടുന്നത്. പ്രധാനമായിട്ടും അവരുടെ വെയിറ്റ് കുറയ്ക്കാൻ, ചെറിയ ഒരു പരിധി വരെ വെയിറ്റ് കുറയ്ക്കാൻ സഹായിക്കുന്നു. ഹാർട്ട് അറ്റാക്കിനുള്ള സാധ്യതയെ കുറയ്ക്കുന്നു. ക്യാൻസറിനുള്ള പോസിബിലിറ്റിയെ തടയുന്നു. ഇൻക്രീസസ് ദ ഇമ്മ്യൂണിറ്റി, നമ്മുടെ പ്രതിരോധ ശക്തി കൂട്ടാനായിട്ട് സഹായിക്കുന്നു. 5-ാമത്തേതാണ് മെന്റൽ ഹെൽത്തിനെ എൻഹാൻസ് ചെയ്യിക്കുന്നു. ഈ പ്രധാനപ്പെട്ട 5 ലിവറിന്റെ പ്രവർത്തനത്തെയും ത്വരിതപ്പെടുത്തുന്നു. ഇതൊക്കെയാണ് 5 പ്രധാനപ്പെട്ട ബെനിഫിറ്റ്സ്. ഹലോ, നമുക്ക് ഒരാളെ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ അത് പൈസ കൊണ്ട് മാത്രമല്ല കേട്ടോ, നമുക്ക് ഹെൽത്ത് കൊണ്ടും ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു കാര്യമാണ് ബ്ലഡ് ഡൊണേഷൻ. 3 മാസത്തിൽ ഒരിക്കൽ 1 മണിക്കൂർ മാറ്റി വെക്കാൻ പറ്റിയാൽ നിങ്ങൾക്ക് 4 ജീവനാണ് രക്ഷിക്കാൻ പറ്റുക. ഹലോ, നമസ്കാരം. ഞാൻ ഡോക്ടർ അശ്വതി. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ബ്ലഡ് ഡൊണേഷനെ പറ്റിയാണ്. ഇമ്പോർട്ടൻസ് ഓഫ് ബ്ലഡ് ഡൊണേഷൻ എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ ഈ ഡോണറിന് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. പ്രധാനമായിട്ടും 5 കാര്യങ്ങളാണ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ആളിന് കിട്ടുന്നത്. പ്രധാനമായിട്ടും അവരുടെ വെയിറ്റ് കുറയ്ക്കാൻ, ചെറിയ ഒരു പരിധി വരെ വെയിറ്റ് കുറയ്ക്കാൻ സഹായിക്കുന്നു. ഹാർട്ട് അറ്റാക്കിനുള്ള സാധ്യതയെ കുറയ്ക്കുന്നു. ക്യാൻസറിനുള്ള പോസിബിലിറ്റിയെ തടയുന്നു. ഇൻക്രീസസ് ദ ഇമ്മ്യൂണിറ്റി, നമ്മുടെ പ്രതിരോധ ശക്തി കൂട്ടാനായിട്ട് സഹായിക്കുന്നു. 5-ാമത്തേതാണ് മെന്റൽ ഹെൽത്തിനെ എൻഹാൻസ് ചെയ്യിക്കുന്നു. ഈ പ്രധാനപ്പെട്ട 5 ലിവറിന്റെ പ്രവർത്തനത്തെയും ത്വരിതപ്പെടുത്തുന്നു. ഇതൊക്കെയാണ് 5 പ്രധാനപ്പെട്ട ബെനിഫിറ്റ്സ്. ഹലോ, നമുക്ക് ഒരാളെ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ അത് പൈസ കൊണ്ട് മാത്രമല്ല കേട്ടോ, നമുക്ക് ഹെൽത്ത് കൊണ്ടും ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു കാര്യമാണ് ബ്ലഡ് ഡൊണേഷൻ. 3 മാസത്തിൽ ഒരിക്കൽ 1 മണിക്കൂർ മാറ്റി വെക്കാൻ പറ്റിയാൽ നിങ്ങൾക്ക് 4 ജീവനാണ് രക്ഷിക്കാൻ പറ്റുക.